നിങ്ങളുടെ മനസ്സ് അസ്വസ്ഥമാണോ? നിങ്ങൾക്കൊന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലേ? നമ്മൾക്ക് ശാരീരിക ആരോഗ്യം പോലെ തന്നെ മാനസികാരോഗ്യവും പ്രധാനമാണ്. പക്ഷേ ചില സമയത്തെങ്കിലും നമ്മുടെ മനസ്സിനെ പിടിച്ചാൽ കിട്ടാത്ത ഒരവസ്ഥയിലോട്ട് നമ്മൾ പോകാറുണ്ടല്ലേ? നമുക്ക് മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. ആ അവസ്ഥയിൽ നമ്മൾ ഈ ചില ലക്ഷണങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. ഒന്നാമതായിട്ട്, നിങ്ങളുടെ മനസ്സ് അസ്വസ്ഥമാണെങ്കിൽ, നിങ്ങൾ മെൻ്റലി വീക്ക് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചില സമയത്ത് അമിതമായിട്ട് നിങ്ങൾക്ക് വിശപ്പ് തോന്നാം. ചിലവർക്ക് വിശപ്പ് താനേ കുറയാം, വിശപ്പില്ലായ്മ അനുഭവപ്പെടാം. എങ്കിൽ ചിലരിലെങ്കിലും അമിതമായ വിശപ്പ് അനുഭവപ്പെടാറുണ്ട്. അതുപോലെ തന്നെ സ്ലീപ്പിംഗ് ഡിസോർഡേഴ്സ്, ഉറക്കമില്ലായ്മ, എങ്ങനെ കിടന്നിട്ടും നമ്മൾക്ക് ഉറക്കം കിട്ടാത്തൊരു അവസ്ഥ. നമ്മുടെ മനസ്സ് നമ്മുടെ കൈവിട്ടു പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾക്ക് ഉറക്കം കിട്ടാത്തൊരവസ്ഥയിലോട്ട് നമ്മൾ എത്തിച്ചേരാറുണ്ട്. അതുപോലെ നമ്മൾക്കുണ്ടാകുന്ന മൂഡ് സ്വിങ്സ്, പെട്ടെന്ന് ദേഷ്യം വരുന്നൊരവസ്ഥ. നമ്മൾ മെൻ്റലി സ്റ്റേബിൾ അല്ലെങ്കിൽ വീക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എന്തിനോടും പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന ഒരു സ്വഭാവം, പെട്ടെന്ന് ദേഷ്യം വന്ന് മനസ്സ് വളരെയധികം അസ്വസ്ഥമാകുന്നൊരവസ്ഥ. അപ്പോൾ ഇത്തരം മൂഡ് സ്വിങ്സും നമ്മൾക്ക് ആ ഒരു ടൈമിൽ, അതായത് നമ്മുടെ മെൻ്റലി വീക്ക് ആണെങ്കിൽ അനുഭവപ്പെടാം. അതുപോലെ തന്നെ കോൺസെൻട്രേഷൻ കിട്ടാത്തൊരവസ്ഥ, ഒന്നിലും ആത്മവിശ്വാസമില്ലായ്മ, എന്ത് കാര്യം ചെയ്താലും അത് ശ്രദ്ധയോടെ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. നമ്മൾ മെൻ്റലി വീക്ക് ആണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഇത്തരത്തിലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകാം. അതുപോലെ തന്നെ നമ്മൾക്കൊരു അസുഖം മാറിയാലും അത് മാറിയില്ല എന്നുള്ളൊരു തോന്നൽ, നമുക്ക് മാനസികമായിട്ട് നമ്മുടെ മനസ്സിൽ നിന്നത് വിട്ടുമാറാത്ത ഒരവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോകും. അപ്പോൾ ഇത്തരത്തിലുള്ള എന്തെങ്കിലും അസ്വസ്ഥതകൾ ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം മെൻ്റൽ സ്റ്റെബിലിറ്റി, നമ്മുടെ മനസ്സിനെ പിടിച്ചു നിർത്താൻ, എന്താണ് നമ്മുടെ അസ്വസ്ഥത എന്ന് നമ്മൾ കണ്ടെത്തുക. അതിനനുസരിച്ച് നമ്മുടെ മനസ്സിനെ ഒന്ന് പിടിച്ചു നിർത്തി മനസ്സിനെ ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് എല്ലാവരും ശ്രമിക്കുക.